ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്താണ്. അപ്പോൾ ഇന്ന് രാവിലെ 7:30 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 9:46 അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ഈങ്ങാപ്പുഴയിലാണ്. അപ്പോൾ നമ്മുടെ ഏടത്തിയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു വർക്കിനായിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ വയനാട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ താമരശ്ശേരി ചുരം, താമരശ്ശേരി ചുരമല്ല, താമരശ്ശേരി കഴിഞ്ഞ് ഒത്തിരി ദൂരം കഴിഞ്ഞിട്ടാണ് ചുരം തുടങ്ങുന്നത്. നമ്മളിപ്പോഴും ചുരത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പാടി പഞ്ചായത്തിലെ കൊട്ടാരക്കൊത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈങ്ങാപ്പുഴ ഇങ്ങനെ വന്ന് ഇതിലെ ഒഴുകി പോകുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. വെള്ളം കുറവാണെങ്കിലും നല്ല പാറക്കല്ലുകളൊക്കെ താഴെയായിട്ട്. നമ്മുടെ ഏടത്തിയുടെ വീടിന് ചെറിയൊരു മെയിൻ്റനൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ മലബാർ ഹാർഡ്വെയറിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാർഡ്വെയർ ഷോപ്പ് തന്നെയാണ് ഈ മലബാർ. എബിനേസർ മാർത്തോമ്മ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഏകദേശം എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് മലബാർ ഹാർഡ്വെയർ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം വലിയ കടയാണ്. കാരണം ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നാട്ടിൽ ഇതുപോലൊരു കട ഇവർ മാത്രം തന്നെ ഉള്ളൂ. അപ്പം നല്ല നമ്മുടെ മലപ്പുറം ഒത്തൊക്കെയുള്ള പോലെ തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവരിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഹാർഡ്വെയറിൻ്റെ ഫോൾഡിംഗ് ഷീറ്റ് മാത്രമാണ്. പിന്നെ ഇതിന് ബാക്കിലായിട്ടാണ് അത് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ GI ഐറ്റംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളത് ഒരു ഓട്ടോയിൽ കയറ്റി പോരുകയാണ്. നമുക്ക് എന്തായാലും ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വർക്ക് സൈറ്റിലേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് ഈങ്ങാപ്പുഴയിലെ ന്യൂ ഹോട്ടലിലേക്കാണ്. ഈ ന്യൂ ഹോട്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നല്ലേ. അപ്പോൾ ഒരു ചേച്ചിയാണ് കേട്ടോ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയിൽ നോർത്താണെന്ന് തോന്നുന്നു. എന്തായാലും ഇതാ ഈ കടയിലെ താത്ത പാർട്ടി ഓർഡർ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഒരു ഇക്കണ്ട് കേട്ടോ നല്ല ഹാപ്പി മൂഡിലാണ്, പാട്ടൊക്കെ പാടിയിട്ട് കറിയൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓർഡറൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് പൊറോട്ട വന്നു. ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് പൊറോട്ടയൊക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ കിച്ചണിലെ വീഡിയോ എടുക്കി പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ കിച്ചണിൽ വീഡിയോ ചെയ്തു. കിച്ചണിൽ പണിക്കാരും ഒക്കെ നല്ല ഹൈജീനിക് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവരെ പരിചയപ്പെട്ടു. ഇവർ നേപ്പാൾ സ്വദേശികളാണ്. പിന്നെ നമ്മുടെ ഇക്കയുടെ പാട്ട് പോലെ തന്നെ നല്ല ഫുഡായിരുന്നു. പക്ഷെ നമുക്ക് വർക്ക് ചെയ്ത് ഇന്ന് തന്നെ തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഇക്കയുടെ പാട്ട് മുഴുവൻ പാടിപ്പിക്കാൻ പറ്റിയില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും ഇക്കാനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. അപ്പോൾ നമുക്കിത് ആ വർക്കിൻ്റെ മെറ്റീരിയലൊക്കെ തരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.